നമസ്കാരം. ശ്രീദാ സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യം എന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റുകൾ ശരിക്കും കിളിക്കുന്നില്ല. അതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാൻ ഒരുപാട് ചെടികളിലൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത് നന്നായി കിളിച്ചു വരാൻ എന്താ ചെയ്യേണ്ടതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനെയുള്ള കവറിലാണ് നമ്മുടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ വരുന്നത്. നമ്മുടെ കൊറിയറായിട്ട് വരുന്നുണ്ട്. നമ്മൾ അല്ലാതെ ഇവിടെ വണ്ടി കൊണ്ട് എത്തിച്ചും തരുന്നുണ്ട്. ഞാനത് മലപ്പുറത്ത് ഇങ്ങോട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുമ്പോഴേ ഇന്ന് ചെവിട്ടില്ല നിറച്ച് മണ്ണ് കട്ടിയായിട്ടുണ്ടാവും. അപ്പൊ അത് ഒരുമാതിരി ചെളി കണ്ട് ഞാൻ കാണിക്കാം നിങ്ങളെ. ഈ ചെളി പോലുള്ള മണ്ണാണ്. ഇപ്പൊ വെള്ളത്തിലെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഈ മണ്ണ് ഇത് ഒരുതരം പ്രത്യേകം ചെളിയാണ്. ഇത് മണ്ണായിട്ടല്ല. അപ്പൊ അതിങ്ങനെ മൂട്ട് വെച്ചിട്ട് നമ്മൾ ഇളക്കി നട്ടു കഴിഞ്ഞാല് ഈ ചെടി ഒരിക്കലും കിളിച്ചു വരില്ല. ഇതുപോലെ തന്നെ കുഴിയിലിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വാടിപ്പോവുകയും ചെയ്യും. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എല്ലാരും പറയുന്നത് നല്ല ഫോഴ്സ് വെള്ളമൊക്കെ ഒഴിച്ച് എടുത്ത് നട്ടാ മതി. ചുമ്മാതാണ് അതൊക്കെ ചെടി എല്ലാം ഉണങ്ങിപ്പോവും. എന്റെ ഈ പറയുന്ന കേട്ടോണ്ട് ഞാൻ എന്റെ 2-3 ബേരാമസി ഇനത്തിൽപ്പെട്ട നാരകം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓസിയിൽ വെള്ളമൊക്കെ ഫോഴ്സിൽ പിടിച്ച് ഒഴിച്ച് അത് നട്ടു 2 ഉണങ്ങിപ്പോയി. പക്ഷെ ഈ രീതി എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ബാക്കി എല്ലാ പ്ലാന്റും എൻ്റെ കിളിച്ചു. ഇങ്ങനെ ഒരു ബക്കറ്റിലോ ഒരു ചരുവത്തിലോ ഈ കവറോട് കൂടി വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കോ. ഞാൻ ഇന്നലെ 3 ദിവസം ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കുന്നുണ്ട്. ഈ കവർ നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ക്രമേണ ഈ ചള്ള ഇങ്ങനെ അളിഞ്ഞളിഞ്ഞ് വരും. കണ്ടോ കണ്ടോ ഇങ്ങനെ നീക്കി വേണം. ഈ വെള്ളം കുതിർന്ന് അളിഞ്ഞു വരുമ്പോ ഇത് പതുക്കെ നമുക്ക് ഇങ്ങനെ പൊക്കെ എടുക്കും കേട്ടോ. ഇങ്ങനെ പൊക്കെ എടുത്തു കഴിയുമ്പോ നമ്മളുടെ ഈ വേറെ യാതൊരു കംപ്ലൈന്റും സംഭവിക്കട്ടെ. വേറെ ഒന്നും പൊട്ടത്തില്ല. ഇങ്ങനെ അങ്ങ് നട്ടു കഴിഞ്ഞാല് ഈ ചെടിക്ക് യാതൊരു കംപ്ലൈന്റും സംഭവിക്കത്തില്ല. ഉണങ്ങി പോകത്തില്ല. നല്ല ശക്തിയായിട്ട് കിളിച്ചു വരികയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഇത് പ്ലാന്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കും. ഈ കുഴിയുണ്ട് സാമാന്യം നല്ല താഴ്ചയുള്ള കുഴിയാണ്. ഇത്രയും കുഴിയുടെ ആവശ്യമുള്ളൂ. ഈ കുഴിയിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് നീക്കരുത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. വെള്ളം കെട്ടുന്ന ചെടി പഴുത്തുണങ്ങിപ്പോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് മണ്ണ് ഈ കുഴിയിലോട്ട് നീക്കരുത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മണ്ണ് നീക്കിയിട്ട് വെച്ചിരുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും മണ്ണ് കോരി മാറ്റുക. ഇതിനകത്ത് വല്ല പോച്ചയോ എല്ലാം ഉണ്ടെങ്കിൽ മാറ്റി കളയുക. എന്നിട്ട് നമ്മൾ നടാൻ വേണ്ടി വളമിടണം. ഇതിനകത്ത് എല്ലാം ജൈവവളമാണ്. ആട്ടിൻകാഷ്ടമുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, ചകിരിയുടെ കൊന്തുണ്ട്, അങ്ങനെ കുറെ അത്യാവശ്യം വേണ്ടുന്ന വളങ്ങളെല്ലാം ഉണ്ട്. എല്ലുപൊടി ഉണ്ട്. എല്ലാ വളങ്ങളും ഞാൻ മിക്സ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇത് ബയോബിന്നിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ ഈ കുഴിയിലേക്ക് ഇടുക. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ഒരു 2-3 മാസത്തേക്ക് വളർന്നു വരാനുള്ള വളമുണ്ട് ഇത്. എന്നിട്ട് ഇതിന് നമുക്ക് കുറച്ച് മണ്ണിടുക. കുഴിയുടെ 4 ഭാഗത്തുനിന്ന് മണ്ണ് നീക്കിയിട്ട് ഏകദേശം കുഴി മൂടുക. കാരണം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സീസണൊക്കെ അനുസരിച്ച് എന്നും മഴയാണ്. വെള്ളം കെട്ടി നിന്ന് ചെടി എല്ലാം അളിഞ്ഞു. എന്നിട്ട് ചെറിയൊരു കുഴി പിള്ളക്കുഴി എന്ന് പറയും. ഇങ്ങനെ എടുക്കും. പിള്ളക്കുഴി ഇച്ചിരി ഒരു കുഴി വേണം. മണ്ണൊക്കെ റെഡിയാക്കി ഇപ്പൊ ഇങ്ങനെ ഇത്രയും വലിയ കുഴി എടുത്തിടുന്നോണ്ട് നല്ലതായിട്ട് വേരോട്ട് നടക്കും. പെട്ടെന്ന് കിളിച്ച് ചെടി നല്ല ആക്റ്റീവായിട്ട് വരികയും ചെയ്യും. കണ്ടേ, ഇത് നമ്മുടെ ജൈന്റ് അബിയു ഇനത്തിൽപ്പെട്ട ചെടിയാണ്. നമുക്കിതിലേക്ക് ഇത് പ്ലാന്റ് ചെയ്യും. എന്റെ ചെവിട്ട് ഇഷ്ടം പോലെ വളമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് തണലൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലത്. ഇതിപ്പോ ഏകദേശം നട്ട് 2 വർഷം ആകുമ്പോ തന്നെ ഇത് സാ പിടിക്കും. എന്നിട്ട് എന്റെ മൂടൊന്ന് ചവിട്ടി ഉറപ്പിക്കും. നമ്മള് എന്റെ മൂടൊക്കെ ചവിട്ടി ഉറപ്പിച്ചു. എന്നിട്ട് സപ്പോർട്ട് ഒരു കമ്പൂടെ കൊടുക്കാം. ഇച്ചിരി മണ്ണ് പിടിച്ച് ചവിട്ടി ഉറപ്പിച്ചിട്ട് മൂടി ചെറിയൊരു കുഴി പോലെ കാണുന്നുണ്ട്. നമ്മൾ ചെറിയ ശകലം മണ്ണൂടെ ഇട്ടോളൂ. ഈ ജൈന്റ് അബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ തണൽ വേണമെന്നില്ല, വെയിൽ വേണമെന്നില്ല. ചെറിയൊരു ഷെയ്ഡ് കിട്ടിയാൽ കൂടുതൽ വേണ്ടുന്നത് വെള്ളമാണ്. നമ്മുടെ ജൈന്റ് അബി ഇപ്പൊ നട്ടു. കഴിഞ്ഞ വർഷം ഞാൻ നട്ട ജൈന്റ് അബിയാണ്. ഈ വർഷം ഇത് പൂക്കും. നട്ട് 2 വർഷം പൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് പൂത്തിരിക്കും. കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഉണ്ടോ, ഇതും ഇത് 2ാമത്തെ വർഷമാണ്. ഇത് നിറച്ച് കായുണ്ട്. അടുത്ത് ഇവിടെയൊക്കെ വരുന്നുണ്ട്. കായും വരുന്നുണ്ട്, പൂവും വരുന്നുണ്ട്.
ഉണ്ടോ പീനട്ട് ബട്ടർ. അടുത്തൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.